ഡിസ്കസ് ചെയ്യുന്നത് ക്രീപ്പ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. ഞാൻ വൺസ് അഗൈൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ മെറ്റീരിയൽസ് ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ലൈക്ക് റിഫ്രാക്ടറി, സൂപ്പർ അലോയ്സ്, സെറാമിക് എക്സെട്ര. അതും പറഞ്ഞല്ലോ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ക്രീപ്പ് റെസിസ്റ്റന്റ് ഉണ്ടാവും. സെക്കൻഡ് വൺ എന്ന് നോക്കുമ്പോൾ നമ്മൾ മെക്കാനിസം ഓഫ് ക്രീപ്പ് പറഞ്ഞത് വൺ ഓഫ് ദി ഫാക്ടർ ആയിരുന്നു എന്തായിരുന്നു, ഡിഫ്യൂസീവ് വേക്കൻസി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലെ. ഇപ്പൊ ഡിഫ്യൂസിവിറ്റി റേറ്റ്, ലോവർ ഡിഫ്യൂസിവിറ്റി ഉള്ള അലോയ്സിന് എന്ത് കൂടുതലായിരിക്കും, ഡിഫ്യൂസിവിറ്റി കുറവുള്ള അലോയ്സിന് എന്ത് കൂടുതലായിരിക്കും, പറഞ്ഞേ, സമയം പോന്നു. ഡിഫ്യൂസിവിറ്റി കുറവുള്ള അലോയ്സിന് എന്ത് കൂടുതലായിരിക്കും, ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പിനകത്ത് ഫൈൻ ഗ്രെയിൻസിന്റെയും കോഴ്സ് ഗ്രെയിൻസിന്റെയും കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഫൈൻ ഗ്രെയിൻസിന് എങ്ങനെയാണ് ക്രീപ്പ് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് ഹൈ ടെമ്പറേച്ചർ കട്ടാവുന്നുണ്ട്. ഫൈൻ ഗ്രെയിന്റെയും കോഴ്സ് ഗ്രെയിന്റെയും കാര്യം പറഞ്ഞല്ലോ, ഫാക്ടേഴ്സ് അഫക്ട്. ഫൈൻ ഗ്രെയിൻസിന്റെ ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതലാണോ കുറവാണോ, എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതിന്റെ ഒരു മെക്കാനിസം നമ്മൾ കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു എന്ന് പറഞ്ഞ്, ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽസിന്റെ ക്രീപ്പ് റെസിസ്റ്റൻസിന്റെ എങ്ങനെയാ പറയുന്നത് എന്ന് പറഞ്ഞു, നിങ്ങളെന്ന് പറഞ്ഞു. ഫൈൻ ഗ്രെയിൻസിന് ലോ ടെമ്പറേച്ചർ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ എഫക്ട് പ്രോമിനന്റ് ആവുന്നത് ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ്, ക്രീപ്പ് പ്രോമിനന്റ് ആവുന്നത് ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ്? 0.5 to 0.4 അല്ലെങ്കിൽ 0.5 ഒക്കെ പറയാം. അപ്പൊ ആ ടെമ്പറേച്ചറിന് മുകളിലോട്ടാണ് ക്രീപ്പ് പ്രോമിനന്റ് ആവുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഹൈ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേന് ഈ ബൗണ്ടറി ഗെയിൻ സംഭവിക്കും. ഫൈൻ ഗ്രെയിൻ ആണെങ്കിൽ ഒരുപാട് ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറി വീക്ക് ആവുന്ന സമയത്ത് ആ ബൗണ്ടറി കൂടെ ആര് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും, ഡിസ്ലൊക്കേഷൻ. ആ ഒരു ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, സ്ലിപ്പ് മൂവ്മെന്റ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് അവിടെ ഗ്രെയിൻ ബൗണ്ടറി സ്ലിപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫൈൻ ഗ്രെയിൻസിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ക്രീപ്പ് റെസിസ്റ്റൻസ് തരുന്നത് കോഴ്സ് ഗ്രെയിൻ ബൗണ്ടറീസ് ആണ്. കാരണം കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറിയുടെ ലെങ്ത് വളരെ കുറവാണ്. കാരണം കുറച്ച് ഗ്രെയിൻസ് ഉള്ളു, അപ്പൊ ഗ്രെയിൻ ബൗണ്ടറി കുറവാണ്. അപ്പൊ ഗ്രെയിൻ ബൗണ്ടറി സ്ലിപ്പ് ഉണ്ടാവാൻ വളരെ കുറച്ച് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ നമുക്ക് ക്രീപ്പ് റെസിസ്റ്റൻസ് ഇല്ലാന്ന് പറയാം. പിന്നെ ഒരു ഫാക്ടർ പറയുന്നത് ഡയറക്ഷണലി സോൾട്ടിഫൈഡ് അലോയ്സ് വിത്ത് കോളംനാർ ഗ്രെയിൻസിന് ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ലാസ്റ്റ് പറഞ്ഞത് സിംഗിൾ ഗ്രെയിൻഡ് മെറ്റീരിയൽസ്. അപ്പൊ സിംഗിൾ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രെയിൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെയും വരും. അതുകൊണ്ട് സിംഗിൾ ഗ്രേഡ് മെറ്റീരിയൽസ് നമ്മൾ നോക്കുമ്പോഴും അവിടെ ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ ക്രീപ്പ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ ഏതൊക്കെ എങ്ങനത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, പിന്നെ ലോ ഡിഫ്യൂസിവിറ്റി, കോഴ്സ് ഗ്രെയിൻ, ഡയറക്ഷണലി സോൾട്ടിഫൈഡ് അലോയ്സ് വിത്ത് കോളംനാർ ഗ്രെയിൻസ്, ലാസ്റ്റ് വൺ സിംഗിൾ ഗ്രെയിൻ മെറ്റീരിയൽസ്. അപ്പൊ ഇത്രയും ഇങ്ങനത്തെ മെറ്റീരിയൽസിന് നമുക്ക് എന്തായിരിക്കും ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതൽ. ഇനി നമുക്ക് ഈ ക്രീപ്പ് സംഭവിക്കുമ്പോൾ എന്ത് സ്ട്രക്ചറൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് നമുക്ക് പഠിക്കാം. സ്ട്രക്ചറൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ക്രീപ്പ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? അടുത്ത എന്താണ് പഠിക്കാൻ പോകുന്നത്? ക്രീപ്പ് നടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഫെയിലിയർ സംഭവിക്കുന്നത് നമുക്കൊന്ന് പഠിക്കാം. നമുക്ക് ഫെയിലിയർ നടക്കുന്നത് പഠിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഫെയിലിയർ നടക്കുന്നത് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് നോക്കാം. ഡ്യൂറിങ് ദ ഡിഫോർമേഷൻ ബൈ ക്രീപ്പ് സംഭവിക്കുമ്പോൾ ഡിഫോർമേഷൻ ഉണ്ടാവുമല്ലോ. ഡ്യൂറിങ് ദ ഡിഫോർമേഷൻ ബൈ ക്രീപ്പ് ദ ടെമ്പറേച്ചർ ആൻഡ് സ്ട്രെസ്സസ് ആർ റിമെയിൻ കോൺസ്റ്റന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ 3 പാരാമീറ്റേഴ്സ്? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. 3 പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? സ്ട്രെസ്, പിന്നെ ടെമ്പറേച്ചർ, ടൈം അല്ലെ. ഇതിനകത്ത് ഈ സ്ട്രെസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. ടൈം വേരിയിങ് ആണ്. അപ്പം therefore the rate at which creep deformation takes place is a result of changes in the internal structure of the material. നോക്കിയേ, മെറ്റീരിയൽ വിത്ത് creep, strain and time. സ്ട്രെസ്സും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആകുമ്പോൾ വിത്ത് ടൈം പോകുന്നതനുസരിച്ച് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഡിഫോർമേഷൻ. നമ്മൾ നോക്കുന്നു, ഒരു കോൺക്രീറ്റ് സ്ലാബ് എടുക്കുന്നു കേട്ടോ.
ഒരു കോൺക്രീറ്റ് സ്ലാബ് എക്സാമ്പിൾ ആണ് കോൺക്രീറ്റ് സ്ലാബ് എടുക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബിന്റെ എപ്പോഴും അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് 10 Newton per meter square ആണെന്നിരിക്കട്ടെ. എപ്പോഴും ടെമ്പറേച്ചർ ഓൾവേസ് അതിന്റെ ടെമ്പറേച്ചർ ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ആണെന്നിരിക്കട്ടെ. ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും ലോഡ് ഇപ്പൊ ഈ ഒരു കോൺക്രീറ്റ് സ്ലാബിൽ 10 Newton per meter square സ്ട്രെസ് ആക്ട് ചെയ്യുന്ന 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് നമ്മളൊരു ലോങ് പീരീഡ് ഓഫ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 10 ഇയർ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഈ ഒരു മെറ്റീരിയൽ എന്ത് സംഭവിക്കും? ഫെയിൽ ആകും അല്ലെ? എന്തുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്? ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, സ്ട്രെസ്സും കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഫെയിൽ ആവുന്നത്? എന്തുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്? നമ്മള് ലോഡ് കൂട്ടി കൊടുക്കുന്നില്ല, ടെമ്പറേച്ചറും കൂട്ടി കൊടുക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്? Due to the changes in the internal structure of the material with creep, strain and time അല്ലെ? അതായത് ഇവിടെ ചെറിയൊരു ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ ഒരു ലോഡിന്റെ കൂടെ ഇത് ടൈം കൂടുന്ന അനുസരിച്ച് അവിടെ ചെറിയൊരു ഡിഫോർമേഷൻ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ആ ഡിഫോർമേഷൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേന് അതിന്റെ ഇന്റേണൽ ആയിട്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും അല്ലെ? A number of structural changes are observed in metals at elevated temperature. The prominent among them are deformation by slip, subgrain formation and grain boundary sliding. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു ഈ ഇന്റേണൽ ചേഞ്ചസ് എന്തൊക്കെ ഇന്റേണൽ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? ആ മെക്കാനിസം ഓഫ് ക്രീപ്പിനകത്ത് പറഞ്ഞു എന്തൊക്കെ ഇന്റേണൽ ചേഞ്ചസ് ഉണ്ടാവും? ഡിസ്ലൊക്കേഷൻ, ക്രോസ് സ്ലിപ്പ്, പിന്നെന്താ ഉണ്ടാവുന്നത്? ഡിസ്ലൊക്കേഷൻ, ക്ലൈംബ്, പിന്നെന്താ ഉണ്ടാവുന്നത്? ഇപ്പൊ പഠിച്ചതാ ഒന്ന് പറഞ്ഞേ. പിന്നെന്തോ ഡിസ്ലൊക്കേഷൻ, ക്രോസ് സ്ലിപ്പ്, ഡിസ്ലൊക്കേഷൻ, ക്ലൈംബ്, പിന്നെന്താ ഉണ്ടാവുന്നത്? ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസി. പിന്നെന്ത് പറഞ്ഞു? അടുത്തെന്ത് പറഞ്ഞു? ഗ്രീൻ ബൗണ്ടറി സ്ലൈഡ്. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കും അല്ലെ? ആ ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചറിലുള്ള നമ്മളൊരു കോൺസ്റ്റന്റ് എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റേണൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ? എന്തൊക്കെ ഇന്റേണൽ ചേഞ്ചസ് ആണ്? ഈ സ്ലിപ്പ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്രോസ് സ്ലിപ്പ്, ക്ലൈംബ് എന്നൊക്കെ പറയുന്നത്. പിന്നെന്താണ്? സബ് ഗ്രെയിൻ ഫോർമേഷൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്. അങ്ങനെ ആ ഒരു ഇന്റേണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ക്രീപ്പിന്റെ ഫൈനൽ ഇതുണ്ടാകും. അപ്പൊ എങ്ങനെയാണ് ഡിഫോർമേഷൻ സ്ലിപ്പ്? ഈ സ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഈ സ്ലിപ്പിന്റെ ഈ ഒരു ക്രീപ്പിന്റെ മെക്കാനിസത്തിനകത്ത് രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഡിസ്ലൊക്കേഷൻ, ക്രോസ് സ്ലിപ്പ്, ഡിസ്ലൊക്കേഷൻ, ക്ലൈംബ്. അപ്പൊ ഈ ഡിസ്ലൊക്കേഷൻ, ക്രോസ് സ്ലിപ്പും ഡിസ്ലൊക്കേഷൻ, ക്ലൈംബും നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്ത് ആക്ച്വലി എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? ഡിഫോർമേഷൻ അല്ലേ ഉണ്ടാവുന്നത്? നിങ്ങൾ നിന്ന് നോക്കി അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ ന്യൂ സ്ലിപ്പ് സിസ്റ്റംസ് ബിക്കം ഓപ്പറേറ്റീവ്. നമ്മൾ ടെമ്പറേച്ചർ ഇപ്പൊ നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞു ക്രീപ്പ് പ്രോമിനന്റ് ആവുന്നത് ഏത് ടെമ്പറേച്ചറിന്റെ അബവ് ആണ്? 0.5 എന്ന് പറയാം, പക്ഷെ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 0.4 ആണ്. പക്ഷെ 0.5 എന്ന് പറയാം കേട്ടോ. ഇവിടെ ആദ്യമേ പറഞ്ഞില്ലേ ക്രീപ്പിനകത്ത് ഫോർ മെറ്റാലിക് മെറ്റൽസിനകത്ത് ക്രീപ്പ് ബിക്കം കോൺവെർട്ടഡ് ഫോർ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ അല്ലേ? അതെ, ഓക്കെ. അപ്പൊ ഈ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴത്തേന് കൂടുതൽ സ്ലിപ്പ് സിസ്റ്റംസ് ആക്റ്റീവ് ആവുന്നുണ്ട്. അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ ന്യൂ സ്ലിപ്പ് സിസ്റ്റംസ് ബിക്കം operating. The critical resolved shear for the slip plane on this new plane is much lower than the lower temperature. നമ്മൾ ഈ ക്രിട്ടിക്കൽ ഷിയർ എന്നൊക്കെ സംഭവം എവിടെ പഠിച്ചിട്ടുണ്ട്? എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ? ക്രിട്ടിക്കൽ ഷിയർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മറന്നോ? ഒരു ലോയിൽ പഠിച്ചിട്ടുണ്ടോ? അത് എന്ത് ലോയാ? ഇമേജ് ലോ എന്താ പറയുന്നത്? ഒരു മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഷിയർ സ്ട്രെസ് കൊണ്ടാണ് ഒരു മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്നത് അല്ലെ? ഒരു മെറ്റീരിയലിന്റെ ഫെയിലിയർ സംഭവിക്കുന്ന ഷിയർ കൊണ്ടാണ്. ഒരു മിനിമം ഷിയർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫ്രാക്ചർ സംഭവിക്കത്തുള്ളൂ. ആ മിനിമം ഷിയറിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഷിയർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ
ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഫെയിലുകൾ സംഭവിക്കാനായിട്ടുള്ള മിനിമം ഷിയറിന്റെ വാല്യൂ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്മിത്ത് ലോ അനുസരിച്ച് പറയുന്ന മിനിമം ഷിയറിന്റെ വാല്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഷിയറിന്റെ വാല്യൂ എന്ത് സംഭവിക്കും അവിടെ? ഇത് പറഞ്ഞത് ആലോചിച്ച് നോക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഒരു മെറ്റീരിയൽ ഫെയിൽ ആവാനുള്ള മിനിമം ഷിയറിന്റെ വാല്യൂ എന്ത് സംഭവിക്കും? കുറയോ കൂടുവോ? കുറെ. അതാണ് ഇത് ക്രിട്ടിക്കൽ ഷിയർ. The critical shear resolved the shear stress for a slip plane on this new plane are much lower than at the lower temperature. Lower temperature കാട്ടിലും വളരെ കുറച്ച് ആ ഒരു ഷിയറിന്റെ വാല്യൂ വളരെ ലോവർ വാല്യൂവിൽ തന്നെ അവിടെ നമുക്ക് ഫെയിലിയർ സംഭവിക്കുന്നു. സ്ലിപ്പ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ ക്യാൻ ഒക്കർ ഓൺ മെനി slip planes for small slip plane distances. So at lower temperature condition, this slip planes would not be operative. So low temperature വരുമ്പോഴത്തേന് ഈ planes ഒന്നും active അല്ല. പക്ഷേ because the dislocation from the adjacent loops would repel each other. Whereas at high temperature, these dislocation loops can climb up and annihilate each other. This annihilation facilitates a steady flow of new dislocation from many sources. Hence, the dislocation continues to move, causing the creep strain. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പറഞ്ഞു തന്നത്. ലോ ടെമ്പറേച്ചർ വരുമ്പോഴത്തേന് അധികം സ്ലിപ്പ് പ്ലെയിൻസ് ഒന്നും ആക്റ്റീവ് അല്ല അല്ലെ. പക്ഷെ ഹൈ ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ 0.4 ടെമ്പറേച്ചറിന് പോയി കഴിയുമ്പോഴത്തേന് പുതിയ സ്ലിപ്പ് പ്ലെയിൻസ് അവിടെ ഓപ്പറേറ്റീവ് ആയിട്ട് വരികയും ആ സ്ലിപ്പ് പ്ലെയിൻസിന്റെ സ്ലിപ്പ് മൂവ്മെന്റ്സിൽ വേണ്ട ഷിയറിന്റെ വാല്യൂ ആ ക്രിട്ടിക്കൽ ഷിയറിന്റെ വാല്യൂ നോർമൽ ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? നോർമൽ ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന് വളരെ കുറവായിരിക്കും, കൂടുതലായിരിക്കും ക്രിട്ടിക്കൽ ഷിയറിന്റെ വാല്യൂ. നോർമൽ ടെമ്പറേച്ചറിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ ഷിയറിന്റെ വാല്യൂ കുറവായിരിക്കും, കൂടുതലായിരിക്കും. ക്രിട്ടിക്കൽ ഷിയറിന്റെ വാല്യൂ കുറവായിരിക്കും. അങ്ങനെ ആ ചെറിയൊരു വാല്യൂവിനെ തന്നെ എന്ത് സംഭവിക്കും? ഈ സ്ലിപ്പ് മൂവ്മെന്റ് നടക്കുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ രണ്ട് അഡ്ജസന്റ് സ്ലിപ്പുകൾ തമ്മിൽ കൂടിച്ചേരുന്നു. പിന്നെ പുതിയൊരു സ്ലിപ്പ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സ്ലിപ്പ് പ്ലെയിനിന്റെ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൂടുന്നുള്ള ആ ഒരു സ്ലിപ്പ് പ്ലെയിൻസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് കൂടിക്കൂടി വരും? സ്ലിപ്പ് പ്ലെയിൻസിന്റെ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്ലൊക്കേഷന്റെ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും അവിടെ? അങ്ങനെ ഡിഫോർമേഷൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേന് ഈ ചെറിയ ഡിഫോർമേഷൻ അക്യുമുലേറ്റ് ചെയ്ത് ഒരു ലിമിറ്റിംഗ് വാല്യൂ എത്തിക്കഴിയുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കും? ഫെയിലിയർ സംഭവിക്കുന്നു അല്ലെ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്രീപ്പ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ സ്ട്രെസ്സും കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, രണ്ട് കാര്യങ്ങളും കോൺസ്റ്റന്റ് ആണ്. പിന്നെ എങ്ങനെയാണ് മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്? അതിനകത്തുള്ള ഇന്റേണൽ സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പൊ ഇന്റേണൽ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് ആണ് ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡീഫോർമേഷൻ സംഭവിക്കുന്നത്? സ്ലിപ്പ് പോയി ഡീഫോർമേഷൻ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് കൂടുതൽ സ്ലിപ്പ് പ്ലെയിൻസ് ആക്ടിവേറ്റ് വരികയും ആ സ്ലിപ്പ് പ്ലെയിൻസിനോടുള്ള സ്ലിപ്പ് മൂവ്മെന്റിന് വേണ്ട ഷിയർ എന്ന് പറയുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കുകയും അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ സ്ലിപ്പ് പ്ലെയിൻസ് ഉണ്ടാക്കുകയും കൂടുതൽ സ്ലിപ്പ് മൂവ്മെന്റ് ഉണ്ടാക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ലിപ്പ് ജോയിൻ ചെയ്യുകയും പുതിയ സ്ലിപ്പ് പ്ലെയിൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി ആ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ പുതിയ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുന്നു, അത് ജോയിൻ ചെയ്യുന്നു, പുതിയ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രീപ്പ് സ്ട്രെയിൻ ഉണ്ടാകും. ക്രീപ്പ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിഫോർമേഷനെ പറഞ്ഞല്ലേ, സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെയിൻ. അപ്പൊ അങ്ങനെ ഈ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുന്നു? ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ആ ഡിഫോർമേഷൻ അക്യുമുലേറ്റ് ആണ് ഫൈനലി നമുക്ക് ഒരു ക്രീപ്പിനകത്ത് നമുക്ക് ഫ്രാക്ചർ സംഭവിക്കുന്നത് അല്ലെ. ഇനി നോക്കി സബ് ഗ്രെയിൻ ഫോർമേഷൻ വൺ ഓഫ് ദി ഇന്റേണൽ ചേഞ്ച് ആണ്. അപ്പൊ ഇന്റേണൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റേണൽ ചേഞ്ചിനെ കുറിച്ചാണ്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചു
സ്ലിപ്പ് ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ് പഠിച്ചു. സെക്കൻഡ് വൺ subgrade formation. നോക്കി bending of a crystal result in the formation of excess dislocations of the same signature. അതായത് ഡിസ്ലൊക്കേഷൻ നമ്മൾ രണ്ട് രീതിയിൽ പഠിച്ചായിരുന്നു. പോസിറ്റീവില് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, ത്രൂ ഡിസ്ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? എഡ്ജ് ഡിസ്ലൊക്കേഷന് മോളി വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്. സ്ക്രൂ എന്താണ് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? ആർക്കറിയാം? ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇതൊക്കെ എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എഡ്ജ് ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ 5 മാർക്ക്. ഓർമ്മയുണ്ടോ? ഇതൊക്കെ പഠിച്ചോണേ. ഓക്കെ. അപ്പൊ നമ്മുടെ സബ്ഗ്രേഡ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ബെൻഡിങ് ഓഫ് ക്രിസ്റ്റൽസ്. നമ്മളൊരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു ക്രിസ്മൻ എടുത്തിട്ട് നമ്മൾ ഡീഫോർമേഷൻ കൊടുക്കുക. അവിടെ ഒരു ബെൻഡിങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ക്രിസ്റ്റലിന്റെ ബെൻഡിങ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എക്സസ് ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുന്നു. Dislocations of same cell. When annealed at high temperature, the dislocation climb can occur readily, and this dislocation rearrange themselves in a low angle boundary. So low angle boundaries developed are called sub-angle boundaries, and the crystal regions they separate are called subgrains എന്ന് പറയും. അതായത് പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മള് ഈ ക്രിസ്റ്റൽസിന്റെ ബെൻഡിങ് നടക്കുമ്പോൾ, ഇത്ര സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ക്രിസ്റ്റൽസിന്റെ ബെൻഡിങ് നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഡിസ്ലൊക്കേഷൻസ് ഓഫ് സെയിം നേച്ചർ ഉണ്ടാകുന്നു അല്ലെ? അനീൽ ചെയ്യുന്ന സമയത്ത് ആ ഡിസ്ലൊക്കേഷൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഡിസ്ലൊക്കേഷൻ ക്ലൈമ്പിലൂടെ ജോയിൻ ചെയ്ത് അവിടെ ഒരു ഡിസ്ലൊക്കേഷൻസ് റീഅറേഞ്ച് ചെയ്ത് ഒരു ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി അവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ആ ഒരു ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി റീജിയനെ പറയുന്ന പേരാണ് സബ് ബൗണ്ടറി എന്ന് പറയുന്നത്. ആ ഒരു സബ് ബൗണ്ടറി ഉള്ള ക്രിസ്റ്റൽ റീജിയൻസിനെ പറയുന്ന പേരാണ് സബ് ഗ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ദിസ് പ്രോസസ് is known as polyclonization or subgrade formation. Therefore, the bent crystals break up into a number of closely related small crystal segments. The deformation is quite inhomogeneous and lattice bending can occur near grain boundaries. Consequent to bending, the new dislocation form and subgrain formation also takes place. So larger the subgrain are formed at a higher temperature and lower stress. So the subgrain boundaries being less regular and less well defined serve as a less effective barrier for the movement dislocation. Continued dislocation movement create a further creep state. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്നുകൂടെ പറയാം. സബ്ഗ്രേൻ ഫോർമേഷൻ നമ്മളൊരു ക്രിസ്റ്റൽ ബെൻഡിങ്ങിന് വിധേയമാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രിസ്റ്റൽ ബെൻഡിങ്ങിന് വിധേയമാകുമ്പോൾ അവിടെ പുതിയ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുന്നു. ആ ഡിസ്ലൊക്കേഷൻസ് അനീലിംഗ് ചെയ്യുമ്പോൾ അനീലിംഗ് ചെയ്യുന്ന ഹൈ ടെമ്പറേച്ചറിൽ ആ ഡിസ്ലൊക്കേഷൻ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് ആ ഡിസ്ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അത് ഡിസ്ലൊക്കേഷൻ ക്ലൈമ്പിലൂടെയും ഡിസ്ലൊക്കേഷൻ റീഅറേഞ്ചിലൂടെയും പുതിയൊരു ഏരിയ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഏരിയ പറയുന്ന പേരാണ് സബ് ഗ്രെയിൻ ഏരിയ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ഉള്ള ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ റീജിയനെ പറയുന്നത് സബ് ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ പറയുന്നത് പോളിഗ്ലോണൈസേഷൻ ഓർ സബ് ഗ്രെയിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ക്രിസ്റ്റൽസ് ബെൻഡ് ആവുന്ന സമയത്ത് ആ ക്രിസ്റ്റൽസ് ബ്രേക്കപ്പ് ആയിട്ടും ചെറിയ സ്മോൾ ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് പുതിയ ഡിസ്ലൊക്കേഷൻസും പുതിയ സബ് ഗ്രെയിൻസും ഫോം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്ത ഡിസ്ലൊക്കേഷൻസും സബ് ഗ്രെയിൻസും വെൽ അറേഞ്ച്ഡ് അല്ല. ഓക്കെ, അതൊരു ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. അങ്ങനെ ഇറഗുലർ അറേഞ്ച്മെന്റ് വരുമ്പോഴത്തേന് ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ലെസ് അറേഞ്ച്ഡ് ആയിട്ടുള്ള സബ് ഗ്രെയിൻസ് ആക്ട് ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ വരുമ്പോഴത്തേന് ഈ സബ് ഗ്രെയിൻസിനകത്തൂടെ ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുകയും അങ്ങനെ ഡീഫോർമേഷൻ അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളിത് വളരെ ചുരുക്കി എഴുതിയാൽ മതി. ഇതിൽ നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സബ് ഗ്രെയിൻ ഫോർമേഷൻ ഒന്നുകൂടെ പറയാം. ഈ ഡിസ്ലൊക്കേഷൻ ക്രിസ്റ്റൽ ബെൻഡിങ് വരുന്നു,
ബെൻഡിങ് വരുമ്പോഴത്തേന് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. ആ ഡിസ്ലൊക്കേഷൻ ജോയിൻ ചെയ്ത് ക്ലൈംബിലൂടെയും അല്ലെങ്കിൽ റിയാർഡിലൂടെയും ജോയിൻ ചെയ്ത് ഒരു ലോ ആംഗിൾ ബൗണ്ടറി റീജിയൻ ഉണ്ടാവുന്നു. ആ ലോ ആംഗിൾ റീജിയനെ പറയുന്ന പേരാണ് സബ് ഗ്രെയിൻ. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ് ഗ്രെയിൻ ഫോർമേഷൻ അല്ലെങ്കിൽ പോളിഗണൈസേഷൻ എന്ന് പറയുന്നത്. ആ ഫോം ചെയ്ത സബ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേന് അത് അറേഞ്ച്മെന്റ്, അതിന്റെ അറേഞ്ച്മെന്റ് ഒന്നും അത്ര വെൽ ഡിഫൈൻഡ് ഒന്നും അല്ല. അങ്ങനെ വരുമ്പോഴത്തേന് ആ ഒരു സബ് ഗ്രെയിൻസിന് ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെ ഒരു ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യാനോ പറ്റത്തില്ല. അങ്ങനെ സംഭവിക്കും, ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് നടക്കുകയും കോൺസിക്വന്റ് ആയിട്ട് ഡീഫോർമേഷൻ ഉണ്ടാകുകയും അങ്ങനെ ആ ഡീഫോർമേഷൻ ഇങ്ങനെ അക്യുമുലേറ്റ് ഒരു ക്രീപ്പ് സ്ട്രെയിൻ ആയിട്ട് മാറുന്നു. ഇതാണ് ഗ്രെയിൻ സബ് ഗ്രെയിൻ ഫോർമേഷൻ. ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് ആണ്. ഇതിനെ കുറിച്ച് നമ്മൾക്ക് പറയാനില്ല, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. When a polycrystalline material is heated, the grain boundaries lose their strength at temperature lower than the grains. അപ്പം അതായത് ഈ 0.5 TM കൂടുന്ന സമയത്ത് എന്താ പറയുന്നത്, നമ്മുടെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്. ഞാൻ ഇപ്പുറത്ത് പറഞ്ഞാണ് ആ സെയിം സാധനത്താണ് ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് എന്ന് പറയുന്നത്. 0.5 ടെമ്പറേച്ചറിനെക്കാട്ടിലും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ ഗ്രെയിൻ ബൗണ്ടറിയുടെ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയും അപ്പം ആ ഗ്രെയിൻ ബൗണ്ടറികളുടെ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ സ്ലിപ്പ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുകയും അപ്പൊ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് ഉണ്ടാകും. ആ സ്ലൈഡിങ്ങിലൂടെ ആ ഡിഫോർമേഷൻ അക്യുമുലേറ്റ് ചെയ്യുകയും ആ ഒരു ഡിഫോർമേഷൻ അക്യുമുലേറ്റ് ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴാണ് ക്രീപ്പ് ഫെയിലിയർ സംഭവിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞു സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ക്രീപ്പ്. അതായത് നമ്മൾ കോൺസ്റ്റന്റ് സ്ട്രെസ്, കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിലും ഹൈ ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഹൈ ടെമ്പറേച്ചറിന് വിധേയമാകുമ്പോൾ മാത്രമേ ഈ ക്രീപ്പിന്റെ ക്രീപ്പ് സ്റ്റേറ്റ് ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ടൈം കൂടുമ്പോഴത്തേന് എന്തുകൊണ്ടാണ് ഇത് ഫെയിൽ ആവുന്നത് നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ്, രണ്ടാമത്തെ സബ് ഗ്രെയിൻ ഫോർമേഷൻ, മൂന്നാമത്തെ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്. ഈ മൂന്ന് ഇന്റേണൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ എന്താ പറയുന്നത് ക്രീപ്പിലൂടെ സ്ട്രെയിൻ ഉണ്ടാകുന്നതും ആ സ്ട്രെയിൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നത് ഫെയിലിയറിലോട്ട് മാറുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആഴ്ച ഫാസ്റ്റ് ആയിട്ട് പോയി ഇന്ന് ക്രീപ്പ് തീർക്കണം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഒരു റഫ് ഐഡിയ മനസ്സിലായല്ലോ. ക്രീപ്പിനകത്ത് എങ്ങനെയാണ് ഫെയിലിയർ സംഭവിക്കുന്നത്, ഇന്റേണൽ സ്ട്രക്ചറൽ ചേഞ്ചസ് എങ്ങനെയാണ്, ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ്, സബ് ഗ്രെയിൻ ഫോർമേഷൻ, പിന്നെന്താണ് മൂന്നാമത്തെ പറഞ്ഞത്, മൂന്നാമത്തെ എന്ത് പറഞ്ഞേ, ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ്, സബ് ഗ്രെയിൻ ഫോർമേഷൻ, പിന്നെന്താ പറഞ്ഞത്? ഓക്കെ, ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, എന്തുവാ പറയുന്നത്? ഡീഫോർമേഷൻ ബൈ സ്ലിപ്പിനകത്ത് എന്ത് സംഭവിക്കുന്നത്? എലിവേറ്റഡ് ടെമ്പറേച്ചർ, നിങ്ങൾ പറ, എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ കൂടുതൽ സ്ലിപ്പ് ലൈൻസ് ജനറേറ്റ് ചെയ്യുന്നു. ആ സ്ലിപ്പ് ലൈൻസിൽ ആ സ്ലിപ്പ് ലൈൻസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ ഷിയറിന്റെ വാല്യൂ നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? അങ്ങനെ കൂടുതൽ സ്ലിപ്പ് ലൈൻസ് മൂവ് ചെയ്യുകയും അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ ആ സ്ലിപ്പ് ലൈൻസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അവിടെ ഡിഫോർമേഷൻ ഉണ്ടാവില്ല ചെയ്യുന്നത്. അങ്ങനെയാണ് ക്രീപ്പ് സ്ട്രെയിൻ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? സബ് ഗ്രെയിൻ ഫോർമേഷൻ. സബ് ഗ്രെയിൻ ഫോർമേഷൻ എങ്ങനെ സബ് ഗ്രെയിൻ? ക്രിസ്റ്റൽ ബെൻഡ് ആവുന്ന സമയത്ത് ന്യൂ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുന്നു. ആ ഡിസ്ലൊക്കേഷൻസ് എന്ത് സംഭവിക്കുന്നു? ആ ഡിസ്ലൊക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് ക്ലൈംബ് വഴി അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് പുതിയൊരു ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി റീജിയൻ ഉണ്ടാകുന്നു. ആ ഒരു ഗ്രെയിൻ ബൗണ്ടറി റീജിയനെ പറയുന്ന പേരാണ് സബ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ആ ഒരു ലോ ഗ്രെയിൻ ബൗണ്ടറി റീജിയൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് പറഞ്ഞേ സബ് ഗ്രെയിൻ ഫോർമേഷൻ, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്?
പോളിഗനൈസേഷൻ. അപ്പൊ അങ്ങനെ ഒരു സബ്ഗ്രൈൻ റീജിയൻസ് ഉണ്ടായി. അപ്പൊ അതിനകത്ത് ഈ ബെൻഡിങ് സംഭവിക്കുമ്പോൾ കൂടുതൽ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്നു, ഈ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുന്നു, സബ്ഗ്രൈൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ. അപ്പൊ ഈ ഉണ്ടാകുന്ന സബ്ഗ്രൈൻസിന്റെ പ്രത്യേകത എന്താ? അത് വെൽ അറേഞ്ച്ഡ് ആണോ? വെൽ അറേഞ്ച്ഡ് ആണോ? അറേഞ്ച്ഡ് ആണോ? ക്രിസ്റ്റൽസിന്റെ കൂട്ട് വെൽ അറേഞ്ച്ഡ് ആണോ? അല്ല. അങ്ങനെ വെൽ അറേഞ്ച്ഡ് അല്ലാത്ത ഒരു സബ്ഗ്രൈനകത്തോട്ട് ഒരു ഡിസ്ലൊക്കേഷൻ കടന്നു ചെല്ലുമ്പോഴത്തേന് ഈ സബ്ഗ്രൈൻസിന് ഈ ഡിസ്ലൊക്കേഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇതൊക്കെ മൈക്രോ സ്ട്രക്ചർ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി വെച്ചിരുന്ന കാണാതെ പഠിക്കാതെ നമുക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ബൈഹേർട്ട് വരും. അപ്പൊ ഈ ഒരു സബ്ഗ്രെയിൻ ഉണ്ടാകുന്ന സബ്ഗ്രെയിൻ എങ്ങനെയാണ്? പ്രോപ്പർലി അറേഞ്ച്ഡ് ആണോ? എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ സെന്റൻസ് വായിച്ചു നോക്കിയേ. The subgrain boundaries are being less regular. എന്താണ്? ലെസ് റെഗുലർ ആൻഡ് ലെസ് വെൽ ഡിഫൈൻഡ്. അതിന്റെ അർത്ഥം എന്താണ്? ലെസ് റെഗുലർ ആണ്, ലെസ് വെൽ ഡിഫൈൻഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? പ്രോപ്പർലി അറേഞ്ച്ഡ് അല്ല. അതിന്റെ അർത്ഥം എന്ത് സംഭവിക്കും? അത് ഈ സെർവസ് ലെസ് എഫക്റ്റീവ് ബാരിയർ ഫോർ ദി മൂവിംഗ് ഡിസ്ലൊക്കേഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ലെസ് അറേഞ്ച്ഡ് ആണ്, ലെസ് റെഗുലർ ആണ്, ലെസ് ഡിഫൈൻഡ് എന്ന് പറയുമ്പോഴത്തേന് ഇത് നമ്മുടെ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിന് ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമോ? ചെയ്യുമോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ചതാണ്. ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? നിങ്ങൾ ഇതുവരെ ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയിട്ടില്ലേ? ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ അവിടെ ഉണ്ടായിരുന്നത്? ആ ഡീഫോർമേഷൻ ഉണ്ടാവും. ആ ഡീഫോർമേഷൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഓവർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് എന്തുവാ? ഫ്രാക്ചർ സംഭവിക്കുന്നത് അല്ലെ? ലാസ്റ്റത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അത് പറഞ്ഞതാണ്, ഗ്രീൻ ബൗണ്ടറി സ്ലൈഡിങ്. പിന്നെ അടുത്ത് പറയേണ്ടത് ത്രെഷോൾഡ് ഫോർ ക്രീപ്പ്. എന്താണ്? ഇതൊക്കെ ചോദിക്കുന്നതാണ് മനുഷ്യர்கள். നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേന് 5 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ക്രീപ്പ്? സെക്കൻഡ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പ്. തേർഡ് വൺ, വാട്ട് ഈസ് ത്രെഷോൾഡ് ക്രീപ്പ്? ഫോർത്ത് വൺ, അതിനകത്ത് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഓരോന്നിനും 5 മാർക്ക് ആയിരിക്കും ചോദിക്കുന്നത്. 5 മാർക്കാണ് ചോദിക്കുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പഠിച്ച് ഇങ്ങനെ ആയിരിക്കും, വാട്ട് ഈസ് ലിഫ്റ്റ് തിയറി ഓഫ് ഫ്രാക്ചർ? വാട്ട് ഈസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ? Steps in differentiate between ductile and brittle fracture. Fourth one, steps in fracture. ഞാൻ ക്വസ്റ്റ്യൻ വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, വാട്ട് ഈസ് ഫറ്റീഗ്? വാട്ട് ഈസ് SN curve? What is explain SN curve and application of SN curve? Mechanism of fatigue. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫറ്റീഗ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഇങ്ങനെ 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ ആ ഒരു പലവട്ടം ആവർത്തിച്ച് നോക്കി, പ്രത്യേകിച്ച് ഫിഗർ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ അത് ഓർമ്മയിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം മറന്നു പോകും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകും ക്രീപ്പിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ക്രീപ്പ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്, ടൈം ഡിപ്പെൻഡ് ആണ്. പിന്നെ ക്രീപ്പ് കർവ് പഠിച്ചു. ക്രീപ്പ് കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ക്രീപ്പ് കർവിന്റെ ഡിഫറെന്റ് പാർട്സ് പഠിച്ചു. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അതെല്ലാം പഠിച്ചു. ക്രീപ്പ് മെക്കാനിസം പഠിച്ചു. 4 മെക്കാനിസം ഉണ്ട്. ഒന്നെന്താണ്? ഡിസ്ലൊക്കേഷൻ, ക്ലോസ് സ്ലിപ്പ്, ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്, വേക്കൻസി ഡിഫ്യൂഷൻ, ഗ്രെയിൻ സ്ലൈഡിംഗ് അല്ലെ, ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ അതെല്ലാം പഠിച്ചു. അതിനുശേഷം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പ് പഠിച്ചു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പ് പഠിച്ചു. എന്തൊക്കെയാ ഫാക്ടേഴ്സ് ക്രീപ്പ് പഠിച്ചത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പ് എന്തൊക്കെയാ പഠിച്ചത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പ് എന്തൊക്കെയാ പഠിച്ചത്? ടെമ്പറേച്ചർ അല്ലെ. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ പഠിച്ചു. പിന്നെ സെക്കൻഡ് വൺ എന്ത് പഠിച്ചേ? ഓർത്തെടുത്ത് പറ.
ടെമ്പറേച്ചർ പഠിച്ചു അല്ലെ, അത് മെൽറ്റിംഗ് പോയിന്റ് പഠിച്ചു. സെക്കൻഡ് വൺ എന്താ പഠിച്ചത്? മെൽറ്റിംഗ് പോയിന്റ് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? ഫൈൻ ഗ്രെയിൻ, കോഴ്സ് ഗ്രെയിൻ പഠിച്ചു. പിന്നെന്ത് പഠിച്ചത്? പ്രസിപ്പിറ്റേഷൻ, ഡിസ്പെർഷൻ, പിന്നെ കോൾഡ് വർക്കിംഗ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ സൊല്യൂഷൻസ്. ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഒരു തവണ പറയുമ്പോൾ ജസ്റ്റ് മനസ്സിലാവും, പിന്നെ ഇത് വായിച്ചു നോക്കിയാലേ നമ്മൾ മറന്നു പോകും അല്ലേ. പിന്നെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ക്രീപ്പ്, എങ്ങനെയൊക്കെയാണ് ഇന്റേണൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്, അത് കാര്യങ്ങൾ പഠിച്ചു. റീഫോർമേഷൻ സ്ലീപ്പ്, പിന്നെ സബ് ഗ്രെയിൻ ഫോർമേഷൻ, പിന്നെ ഗ്രെയിൻ ബൗണ്ടറി സ്റ്റഡി, 3 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് ക്രീപ്പിനകത്ത്. ലാസ്റ്റ് അല്ല, കുറച്ചുണ്ട്. എന്തായാലും നമുക്ക് പതുക്കെ തന്നെ പോവാം. ക്രീപ്പിനകത്ത് ലാസ്റ്റ് ടോപ്പിക്ക്, ലാസ്റ്റ് സെഷനിലോട്ട് നമ്മൾ കടക്കുമ്പോഴുള്ള ടോപ്പിക്കാണ് ത്രെഷോൾഡ് ഫോർ ക്രീപ്പ് എന്ന് പറയുമ്പോൾ. നമുക്ക് നോക്കാം. ഫോർ ടെമ്പറേച്ചർ, ഫോർ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് ലെവൽ ഓഫ് അപ്ലൈഡ് സ്ട്രെസ് ഇൻഫ്ലുവൻസ് ഇൻ ദ ക്രീപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറും നമ്മൾ സ്ട്രെസ്സും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു വാല്യൂ ആദ്യമേ, ടെമ്പറേച്ചറിന്റെ വാല്യൂ 60°C ആണെന്നുണ്ടെങ്കിൽ 60°C തന്നെയായിരിക്കും അത് കീപ്പ് ചെയ്യുന്നത്. സ്ട്രെസ്സിന്റെ വാല്യൂ 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. പക്ഷെ അത് എത്ര കീപ്പ് ചെയ്യണം, ഇനിഷ്യൽ വാല്യൂ നമ്മൾ എത്ര വാല്യൂ ആണ് അത് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ. ടെമ്പറേച്ചറും സ്ട്രെസ്സും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ. ടെമ്പറേച്ചറും സ്ട്രെസ്സും കോൺസ്റ്റന്റ് ആണെങ്കിൽ കൂടി അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടെമ്പറേച്ചർ ഉണ്ടാകും. ഡിഫറെന്റ് ടെമ്പറേച്ചറിലും ഡിഫറെന്റ് സ്ട്രെസ്സസിലും ഉള്ള ടൈം വേരിയേഷൻ നോക്കാം. അതായത് നോക്കിയേ, ഈ ഫിഗർ കാണിക്കുന്നത് വേരിയേഷൻ ഓഫ് ക്രീപ്പ് സ്ട്രെയിൻ വിത്ത് ടൈം ആണ്. നമ്മൾ ഇത്ര നാൾ പഠിച്ചത് ഒരു കർവ് മാത്രമേ പഠിച്ചുള്ളൂ അല്ലെ. ഈ കർവിന്റെ ഇനിഷ്യൽ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇനിഷ്യൽ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? ഈ കർവിന്റെ ഇനിഷ്യൽ ഭാഗത്തിന് പറയുന്ന പേരാണ് പ്രൈമറി. ഈ കർവിന്റെ ഇനിഷ്യൽ ഭാഗം പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അത് നമ്മൾ പറയുന്നത് ഒരു ടെമ്പറേച്ചറിലുള്ള കർവ് ആണ്. ഇത് നമ്മൾ എന്താണ്, പല പല ടെമ്പറേച്ചറിൽ ഇപ്പൊ സിഗ്മ 1 സ്ട്രെസ് T1 ടെമ്പറേച്ചർ, ഈ കർവ് എന്തുവാ σ2 സ്ട്രെസ് T2 ടെമ്പറേച്ചർ, ഈ കർവ് എന്താ σ3 സ്ട്രെസ് T3 ടെമ്പറേച്ചർ. T1 T2 T3 എങ്ങനെയാ മോളോട്ട് നമുക്ക് കൂട്ടിക്കൂട്ടി വരും. T1 σ1 T1, σ2 T2, σ3 T3. ഇതിനകത്ത് T1 T2 T3 എന്ന് പറയുമ്പോഴത്തേന് ഏറ്റവും വലുത് σ3 ആണ്, σ2 അതിന്റെ ചെറുത്, σ1 ഏറ്റവും ചെറുത്, T3 ആണ് ഏറ്റവും ചെറുത്, T2 അതിന്റെ ചെറുത്, T1 അതിന്റെ ചെറുത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ വാല്യൂ ഇവിടെ വരും, ഇങ്ങനെ വന്നു. ഈ ഒരു കർവ് T1 σ1 എന്ന് പറഞ്ഞാൽ അടുത്ത മുകളിലുള്ള കർവ് T2 σ2 ആണ്, അടുത്ത മുകളിലുള്ള കർവ് T3 σ3. അപ്പൊ ഈ ഒരു കർവ് കാണിക്കുന്നത് എന്താ നോക്കാം. It is seen that below 0.4 tm, after the initial deformation, strain is virtually independent of time. അതായത് ഞാൻ പറഞ്ഞു ക്രീപ്പിന്റെ എഫക്ട് ഉണ്ടാവുന്നത് ഏത് ടെമ്പറേച്ചറിന് മുകളിലാന്നാ പറഞ്ഞത്? ഏത് ടെമ്പറേച്ചറിലാണ് ക്രീപ്പിന്റെ എഫക്ട് ഉണ്ടാവുന്നത്? അത് നോക്കിയേ. ഇപ്പൊ ഈ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.4 tm, അതായത് 0.4 ഇൻറ്റു മെൽറ്റിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിട്ടുള്ള ഒരു കർവാണ്. അപ്പൊ ഈ കർവിന്റെ പ്രത്യേകത എന്താ? ഇനിഷ്യലി ലോഡ് കൊടുക്കുമ്പോൾ ഇനിഷ്യൽ സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്, അതിനുശേഷം ടൈം കൂടുതൽ സ്ട്രെയിൻ കൂടുന്നുണ്ടോ? ടൈം കൂടുന്നതിന് സ്ട്രെയിൻ കൂടുന്നുണ്ടോ? ടൈം കൂടുന്നതനുസരിച്ച് സ്ട്രെയിൻ കൂടുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, ഈ കർവിന്റെ പ്രത്യേകത എന്താ? ഈ കർവ് എന്ന് വെച്ചാൽ ഈ കർവ് പ്ലോട്ട് ചെയ്ത ടെമ്പറേച്ചർ ഏതിനേക്കാൾ ലോ ടെമ്പറേച്ചർ ആണ്? ഈ കർവ് പ്ലോട്ട് ചെയ്ത ടെമ്പറേച്ചർ ഇതിനെക്കാട്ടും ലോവർ ടെമ്പറേച്ചർ ആണ്, 0.4 tm ലോവർ ടെമ്പറേച്ചർ ആണ്. ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ ക്രീപ്പ് കർവ് വരയ്ക്കുമ്പോഴത്തേന് ഇനിഷ്യലി ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇനിഷ്യൽ ലോഡ് കൊടുക്കുമ്പോൾ ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ടൈം കൂടുന്നതനുസരിച്ച് ഇവിടെ ടൈം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട് അല്ലെ, കൂടിയൊക്കെ പോകുന്നുണ്ട് സ്ട്രെയിൻ. പക്ഷെ ഇവിടെ ടൈം കൂടുന്നതനുസരിച്ചോ എന്ത് സംഭവിക്കുന്നത്? സ്ട്രെയിൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ?
സ്ട്രെയിൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആദ്യമേ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇവിടെ ഒന്നും കൂടെ വാലിഡേറ്റ് ചെയ്യുകയാണ്. എന്താണ്? 0.4 TM എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ താഴോട്ട് നമുക്ക് ക്രീപ്പ് സ്ട്രെയിൻ ഉണ്ടാകത്തില്ല. അതായത് ടെമ്പറേച്ചർ അതിനെക്കാട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രീപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് അവിടെ ഒട്ടും പ്രോമിനന്റ് അല്ല. മനസ്സിലായല്ലോ? ഇനി നമ്മൾ സ്ട്രെസ്സും ടെമ്പറേച്ചറും കൂട്ടി വന്നിരിക്കട്ടെ. ഇനി നമ്മളിങ്ങനെ σ1, σ2, σ3 അങ്ങനെ കൂട്ടിക്കൂട്ടി വരും. സ്ട്രെസ് ടെമ്പറേച്ചർ T1, T2, T3 നമ്മൾ കൂട്ടിക്കൂട്ടി വരുന്നത്. അങ്ങനെ കൂട്ടുമ്പോൾ വിത്ത് ഐദർ ഇൻക്രീസിംഗ് സ്ട്രെസ് ഓർ ടെമ്പറേച്ചർ ദ ഫോളോയിങ് വിൽ ഹാപ്പൻ. ഇത് കൂട്ടുന്ന സമയത്ത് ദി ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ അറ്റ് ദി ടൈം ഓഫ് സ്ട്രെസ് ആപ്ലിക്കേഷൻ ഇൻക്രീസസ്. ഇപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ കൂട്ടുമ്പോഴത്തേന് നോക്കി, ഇനിഷ്യലി നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുത്തപ്പോൾ ഇത്രയും സ്ട്രെയിൻ, ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? എന്താ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ? നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഇനിഷ്യലി ഉണ്ടാകുന്ന സ്ട്രെയിൻ എത്രയാണോ അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. നോക്കിയേ, അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് σ1 ആകുമ്പോൾ ഇത്ര ഉള്ള, σ2 ആയപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ ഇത്രയായി, σ3 ആയപ്പോഴോ വീണ്ടും കൂടി. അപ്പൊ എന്തുവാണ് പറയുന്നത്? സ്ട്രെസ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടി? ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ അറ്റ് ടൈം ഓഫ് സ്ട്രെസ് ആപ്ലിക്കേഷൻ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? σ1 കൊടുത്തപ്പോൾ സ്ട്രെയിൻ ഇത്ര ഉള്ളായിരുന്നു, σ2 കൊടുത്തപ്പോൾ ഇൻഷ്യൽ ഇത്ര സ്ട്രെയിൻ ഉള്ളതാണ്, σ3 കൊടുത്തപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ കൂടി. അപ്പൊ സ്ട്രെസ്സിന്റെ നമ്മൾ സ്ട്രെസ് σ1, σ2, σ3 കൂട്ടി കൊടുക്കുമ്പോഴത്തേന് അവിടെ ഉണ്ടാവുന്ന ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ എന്തോ കൂടത്തില്ലേ? അതാണ് ഫസ്റ്റ് പോയിന്റ് അതിനകത്ത് പറയാനുള്ളത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹയർ സ്ട്രെസ് ആ കൂടുന്നിരിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു 10 Nm/m² കൊടുക്കുമ്പോഴാണോ കൂടുതൽ ഡിഫോർമേഷൻ ഉണ്ടാവുന്നത്, അതോ 100 Nm/m² കൊടുക്കുമ്പോഴാണോ കൂടുതൽ ഡിഫോർമേഷൻ ഉണ്ടാവുന്നത്? 10 Nm/m² കൊടുക്കുമ്പോഴാണോ കൂടുതൽ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്, അതോ 100 Nm/m² കൊടുക്കുമ്പോഴാണോ കൂടുതൽ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്? പറയണ സ്ട്രെസ് കൂട്ടി കൊടുക്കുമ്പോഴത്തേനെ എന്തോ ഡിഫോർമേഷൻ കൂടത്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ? അപ്പൊ അവിടെ നിന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അവിടെ ഇപ്പൊ എന്തായിരിക്കും സ്ട്രെയിൻ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എത്രമാത്രം സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ടോ ആ സ്ട്രെയിൻ റേറ്റ് കൂടും അല്ലെ? നമ്മൾ 10 Nm/m² ആണ് കോൺസ്റ്റന്റ് അവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു 10 ദിവസം കൂടുമ്പോഴത്തേനും 1 mm ഡിഫോർമേഷൻ ഉണ്ടാകുന്നിരിക്കട്ടെ. അങ്ങനെ 10 ദിവസം കൂടുമ്പോൾ 1 ഡിഫോർമേഷൻ ഉണ്ടാവുന്നത്, അടുത്ത 10 ദിവസം കൂടുമ്പോൾ വീണ്ടും 1 mm ഡിഫോർമേഷൻ ഉണ്ടാകും, നെക്സ്റ്റ് 10 days വീണ്ടും 1 mm ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. അതേസമയം 10 Nm/m² പകരം 100 Nm/m² ആണ് കൊടുക്കുന്നതെന്നിരിക്കട്ടെ. അപ്പൊ എന്തുകൊണ്ട് ഈ 10 ദിവസം കൊണ്ട് 1 ആണോ ഉണ്ടാകുക, അതോ അതിനേക്കാട്ട് കൂടുതൽ ഉണ്ടാവും? 10 കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ എന്താണ് രണ്ടാമത്തെ നമുക്ക് കൺക്ലൂഷൻ എന്ന് പറയാം? സ്ട്രെയിൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഇ, ചേഞ്ച് ഇൻ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സ്ട്രെയിൻ റേറ്റ് കൂടുതലായിരിക്കും അല്ലെ? പിന്നെന്താണ്? കൂടുതൽ സ്ട്രെസ് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്ട്രെസ്സിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞു. ഇപ്പൊ 10 Nm/m² നമ്മൾ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഫെയിൽ ആവാൻ 100 days വേണ്ടി വരും. പക്ഷെ 10ന് പകരം 100 Nm/m² ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ടൈം വേണ്ടി വരുമോ? അപ്പൊ എന്താണ് മൂന്നാമത്തെ കൺക്ലൂഷൻ? ടൈം ഫോർ റപ്ചർ ഈസ് ഡിക്രീസ്ഡ്. അപ്പൊ അതാണ് ആ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്ത് സ്ട്രെസ് കൂട്ടി കൊടുക്കുമ്പോൾ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ ആ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന മൊമെന്റിനുണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ. അപ്പൊ അപ്ലൈ ചെയ്ത മൊമെന്റ് ഉണ്ടാകുന്ന സ്ട്രെയിൻ കൂടും അല്ലെ? കൂടുതലായിരിക്കും. സെക്കൻഡ് കൊണ്ട് എന്താണ് പറഞ്ഞത്? അതിനുശേഷം ഉണ്ടാകുന്ന സ്ട്രെയിൻ റേറ്റ് സ്ട്രെസ് കൂടുന്നതനുസരിച്ച് കൂടുതലായിരിക്കും. മൂന്നാമത്തെ പറയുമ്പോൾ സ്ട്രെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് റപ്ചർ ചെയ്യാനുള്ള സമയം കുറയും അല്ലെ? ഇനി നമുക്ക് ത്രെഷോൾഡ് ക്രീപ്പ് എന്താ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഓക്കെ, ക്രീപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ യൂഷ്വലി vary with the material. In general, higher the melting point of the metal, better is the resistance to the temperature.
ഹൈ ടെമ്പറേച്ചർ ക്രീപ്പ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ എന്തുമായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഒരു മെറ്റീരിയലിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, കുറവായിരിക്കും? കൂടുതലായിരിക്കും. ഇത് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ ദിവസം തൊട്ട് പറയുന്നതാണ് കേട്ടോ. അതായത് ഹൈ ടെമ്പറേച്ചർ മെറ്റീരിയൽസിന് ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അയൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1000 ആണെന്നിരിക്കട്ടെ. അപ്പൊ ക്രീപ്പ് പ്രോമിനന്റ് ആണ് 0.4 TM-ലാണ്. അപ്പൊ 0.4 into 1000 എന്ന് പറയുമ്പോഴത്തേന് അറൌണ്ട് 400 ഡിഗ്രി സെൽഷ്യസ് എബോവ് മാത്രമേ ക്രീപ്പ് പ്രോമിനന്റ് ആകത്തുള്ളൂ. പക്ഷെ നമ്മൾ റബ്ബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബറിന്റെ മെൽറ്റിംഗ് പോയിന്റ് 100 എടുക്കുകയാണെങ്കിൽ ക്രീപ്പ് പ്രോമിനന്റ് ടെമ്പറേച്ചർ 0.4 into 100 എന്ന് പറയുമ്പോഴത്തേന് 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസിന്റെ അബവ് നമുക്ക് ക്രീപ്പ് എന്ന് പറയുന്ന എഫക്ട് പ്രൊമിനന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ഈ ഹൈ ടെമ്പറേച്ചർ. ഇപ്പൊ ഇതെന്ന് വെച്ചാൽ 400 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ നോർമൽ രീതിയിലൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയലിന് ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതലാണ് പറയുന്നത്. The combination of stress level and temperature at which the strain remains constant at an instantaneous deformation is called threshold creep. അതായത് നമ്മൾ പറയുന്നത് ഒരു സ്ട്രെസ് ലെവലിന്റെയും ഒരു ടെമ്പറേച്ചറിന്റെയും കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ഒരു ഡിഫോർമേഷൻ ഉണ്ടായി. ആ ഡിഫോർമേഷനെക്കാളും പിന്നെ സ്ട്രെയിൻ ഉണ്ടാവത്തില്ല. സ്ട്രെയിൻ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആ ഒരു വാല്യൂനെ പറയുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് ക്രീപ്പ് എന്ന് പറയുമ്പോൾ. എന്താണ് ഇത്? കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞ σ1 T1 അല്ലെ, σ2 T2, σ3 T3 അല്ലെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. σ1 σ2 σ3 എന്ന് പറയുന്നത് കൂട്ടി കൊണ്ടുവന്ന് ടെമ്പറേച്ചർ T1 T2 T3 കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ത്രെഷോൾഡ് ക്രീപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇത് കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ് ലെവൽ. ഒരു സ്ട്രെസ് ലെവൽ ത്രെഷോൾഡ്, ഒരു സ്ട്രെസ് ലെവൽ σT എന്ന് പറയാം ത്രെഷോൾഡ്, ആണ് ഒരു ടെമ്പറേച്ചർ TT എന്ന് പറയാം. ഈ രണ്ട് ടെമ്പറേച്ചർ ഏതോ ഒരു ടെമ്പറേച്ചർ, ആ രണ്ട് ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് ഡിഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കും? ഡിഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഡിഫോർമേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ പറയുന്ന ആ ഒരു പോയിന്റ് പറയുന്ന പേരാണ് ത്രെഷോൾഡ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ കറക്റ്റ് 1 മണിയായി. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ദിവസം എക്സ്ട്രാ ക്ലാസ് എടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഒരു ക്രീപ്പ് എന്നുള്ള സെക്ഷൻ നമുക്ക് ഫിനിഷ് ചെയ്യണം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ മോഡേൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും പിന്നെ നിങ്ങളുടെ ഫോർത്ത് മുകളിലുള്ള അസൈൻമെന്റ് തന്ന കുറച്ച് ടോപ്പിക്സും ഉണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം.